കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ലേൺവൈസ്. ഇന്നത്തെ നമ്മളുടെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ MAPC പ്രോഗ്രാമിലുള്ള MPC 005 റിസർച്ച് മെത്തേഡ്സിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അപ്പൊ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഇപ്പൊ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എക്സാമിനേക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എഫക്റ്റീവായിട്ട് എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുന്നേ ചോദിച്ച ഒരു 5 years ബാക്ക് മുതലുള്ള ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ടോപ്പ് 10 അല്ലെങ്കിൽ ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതലായിട്ട് എക്സാമിന് വരുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ എന്ത് ചെയ്യാം, ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യാം. ദെൻ എക്സാം പാറ്റേൺ നമ്മൾ ഇതിൽ നോക്കുന്നുണ്ടാവും. എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും വരിക, അതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒരു മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, കൂടുതലായിട്ടും ചോദിച്ച് കാണുന്ന ഹൈ ഫ്രീക്വൻസിയിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിനനുസരിച്ച് പ്രോബബിലിറ്റി ടോപ്പിക്സും നമ്മൾ നോക്കുന്നുണ്ടാവും. ഏതൊക്കെയാണ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള പ്രോബബിലിറ്റി കൂടുതലുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്. ആ ടോപ്പിക്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രഡിക്ഷൻ എന്നുള്ള രീതിക്ക് ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ നമ്മൾ നോക്കുന്നുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് അതിന്റെ ആൻസേഴ്സും നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിന്റെ ഒരു മാർക്കിംഗ് സ്കീം ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതില് മെയിൻ ആയിട്ടും ആദ്യം തന്നെ നോക്കുന്നതാണെങ്കിൽ സിലബസ് മാപ്പിംഗ്. ഒരു ബ്ലോക്ക് നമുക്ക് ബ്ലോക്സ് ആയിട്ടാണുള്ളത്. ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്സ് വൈസ് നമ്മൾ ഏതൊക്കെയാണ് ഹൈ റിലവന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഏതൊക്കെയാണ് മീഡിയം റിലവന്റ്, ഏതൊക്കെയാണ് ലോ റിലവന്റ് എന്നുള്ള രീതിയിൽ അപ്പിയറൻസ് എത്ര പ്രാവശ്യം അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്ന് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാറ്റഗറി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്കിൽ ഓരോ ബ്ലോക്ക് വൈസ് ആണ് പോവുക. ഫസ്റ്റ് യൂണിറ്റിൽ ബേസിക് പ്രോസസ് കൺസെപ്റ്റ്സ് റിസർച്ചിലുള്ള, അതുപോലെ തന്നെ അതിലുള്ള റിസർച്ച് പ്രോസസ് ഉണ്ടല്ലോ, സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ്, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിസർച്ച് പ്രോസസ്സ്, ഒബ്ജക്ടിവിറ്റി, സേഫ് ഗാർഡ്സ്, സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്സ്, റിസർച്ച് ബയാസസ്, ഈ ഭാഗങ്ങളൊക്കെ ലോ റിലവൻസ് ആണ്. കാരണം അതിന്റെ 4, 3, 1 അതിന്റെ ഒരു അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. ദെൻ യൂണിറ്റ് 2 എത്തുന്ന സമയത്ത് റിലയബിലിറ്റി, വാലിഡിറ്റി, യൂണിറ്റിൽ വാലിഡിറ്റി ടൈപ്സ്, ത്രെഡ്സ് ടു ഇന്റേണൽ എക്സ്റ്റേണൽ വാലിഡിറ്റി, റിലയബിലിറ്റി എന്താണ്, അതിന്റെ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് റിലയബിലിറ്റി, ദെൻ വാരിയബിൾസ്, ടൈപ്സ് ഓഫ് വാരിയബിൾസ് ഒക്കെ അതും ലോ റിലവൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ കൺസ്ട്രക്ട്സ്, യൂണിറ്റ് 3 പോകുന്ന സമയത്ത് കൺസ്ട്രക്ട്സ് എന്താണ്, ടൈപ്സ് ഓഫ് കൺസ്ട്രക്ട്സ്, എക്സ്ട്രേനിയസ് ആൻഡ് കൺഫൗണ്ടഡ് വാരിയബിൾസ്. അതുപോലെ 4ാമത്തെ യൂണിറ്റിൽ വരുന്ന സമയത്ത് എന്താണ്, ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ, ഡിഫിക്കൽട്ടീസ്, ഇറേഴ്സ്, സർവേ റിസർച്ച്. സർവേ റിസർച്ച് ബ്ലോക്ക് 2 വരും. ഈ വക കാര്യങ്ങളൊക്കെ ലോ റിലവൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ഫസ്റ്റ് യൂണിറ്റ് സർവേ റിസർച്ച് കൺസെപ്റ്റ്സ്, സ്റ്റെപ്സ്, അതുപോലെ തന്നെ മെത്തേഡാണ് അത്. ദെൻ ടൈപ്സ് ഓഫ് റിസർച്ച്, ടൈപ്സ് ഓഫ് സർവേ, സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജ്, ഇതൊക്കെ ലോ കാറ്റഗറിയാണ് വരുന്നത്. ദെൻ സെക്കൻഡ് യൂണിറ്റിലാണെങ്കിൽ എക്സ്പോസ് ഫാക്ടർ റിസർച്ച്, പിന്നെ തേർഡ് യൂണിറ്റിലാണെങ്കിൽ ഫീൽഡ് എക്സ്പെരിമെന്റ്, ഡെഫിനിഷൻ എന്താണ്, സ്ട്രെങ്ത്, വീക്ക്നെസ് ഒക്കെ ലോ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി അടുത്തത് യൂണിറ്റ് 3 എക്സ്പെരിമെന്റൽ റിസർച്ച്, ഫീൽഡ് എക്സ്പെരിമെന്റ്, അതിലെ എക്സ്പെരിമെന്റ് റിസർച്ച് ഡിസൈന്, പിന്നെ യൂണിറ്റ് 4 കേസ് സ്റ്റഡി, സ്റ്റെപ്സ്, അതിന്റെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, കേസ് സ്റ്റഡിന്റെ സ്റ്റെപ്സ്, പിന്നെ സിംഗിൾ ഫാക്ടർ റിസർച്ച്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും ബ്ലോക്ക് 3 അല്ലെ. സിംഗിൾ ഫാക്ടർ ഗ്രൂപ്പ് ഡിസൈൻ, റാൻഡമൈസ്ഡ് ഗ്രൂപ്പ്, അപ്പൊ വിത്തിന് അതൊക്കെ ഉണ്ടല്ലോ അതില്.
ഫാക്ടോറിയൽ ഡിസൈൻ ബ്ലോക്ക് 3 വരുന്ന സമയം റിസർച്ച് ഡിസൈൻ ആണ് പൊതുവേ കുറച്ചുകൂടെ ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം അതിന്റെ ഉള്ളിൽ ഒരുപാട് ടോപ്പിക്സ് സബ് ടോപ്പിക്സ് ഒരുപാടുണ്ട് അല്ലെ. ഫാക്ടോറിയൽ ഡിസൈൻസ്, യൂണിറ്റ് 2 ബിറ്റ്വീൻ വേഴ്സസ് വിത്തിൻ സബ്ജക്ട് ഡിസൈൻസ്, കൗണ്ടർ ബാലൻസ് ഡിസൈന്, ഇതൊക്കെ ലോ കാറ്റഗറി എന്നുള്ള രീതിക്കാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ദെൻ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയാൻ അത് ഒരു 10 ടൈപ്സ് എങ്ങാനും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്, ഇമ്പോർട്ടന്റ് തന്നെയാണ്. ദെൻ അതർ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ കോറിലേഷണൽ, കോസൽ കമ്പാരറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ വരുന്നത് യൂണിറ്റ് 4 തേർഡ് ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് അതർ ഡിസൈൻസിൽ കോസൽ കമ്പാരറ്റീവ് ഡിസൈൻസ് അതൊക്കെ ലോ കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 4 എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് യൂണിറ്റില് എത്നോഗ്രഫി മീഡിയം ആണ്. എത്നോഗ്രഫി ചോദിച്ചു കാണുന്നതാണ്. ക്വാളിറ്റേറ്റീവും ഇതിൽ ലോ കാറ്റഗറി കൊടുക്കുന്നുണ്ട്, എന്നാലും ക്വാളിറ്റേറ്റീവ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, ക്വാളിറ്റേറ്റീവില് ഗ്രൗണ്ടഡ് തിയറി മീഡിയം ആണ്. ഡിസ്കോഴ്സ് അനാലിസിസും ഒരു 6 പ്രാവശ്യം 5-6 തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ കണ്ടന്റ് അനാലിസിസ്, പിന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്, ഇവാലുവേറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്, ലാസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ഇതുണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ ലോ കാറ്റഗറിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു ചാർട്ടിൽ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ഏകദേശം ഒരുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് 2021 to 2025 നോക്കുന്ന സമയത്ത്. പിന്നീട് ഏറ്റവും കുറവ് ചോദിച്ചത് ബ്ലോക്ക് 2 ആണ് കേട്ടോ. പിന്നെ അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് നോക്കുന്നത്. അതിന്റെ കളർ ഫ്രീക്വൻസി അത് മാറുന്നതിനനുസരിച്ചിട്ടാണ് ബ്ലോക്ക് വൈസ്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 1 to ഡാർക്ക് ടു മൈൽഡ് ആണ് 9 വരെ 2021 to 2025 ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത് അടിസ്ഥാനത്തില് ഡിസ്കോഴ്സ് അനാലിസിസ് നമ്മളുടെ ഫൈനൽ ബ്ലോക്കിലുള്ള അത് ലോങ്ങിലായിട്ടും ഷോർട്ട് ആൻസറിലായിട്ടും ചോദിക്കുന്നുണ്ട്. ഗ്രൗണ്ടഡ് തിയറി, അതുപോലെ തന്നെ എത്തനോഗ്രഫി. ഓക്കെ, അപ്പൊ അതിൽ കുറെ അധികം സ്റ്റെപ്പ് കാര്യങ്ങള്, എത്തനോഗ്രഫി ആണെങ്കിൽ എന്താണ് അതിന്റെ ഒരു സ്റ്റെപ്സ്, ഇമ്മേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു കാണുന്നുണ്ട് കൂടുതലായിട്ട്. പിന്നെ ടോപ്പ് 3 ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ റിസർച്ച് ഡിസൈൻസ് ഉള്ള ബ്ലോക്ക് 2, 3 ആ ഭാഗങ്ങളാണ്. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈന്, പിന്നെ ഫാക്ടോറിയൽ ഡിസൈന്, ഫീൽഡ് എക്സ്പെരിമെന്റ്, അതിലുള്ള ഡെഫിനിഷൻ, സ്ട്രെങ്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ലെങ്തും ടിപ്പിക്കൽ മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ് എ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുക. ടിപ്പിക്കലി 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പിന്നെ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ 10 മാർക്സിന്റെ 2 എഴുതേണ്ടി വരുള്ളൂ. 450 വേർഡ്സ് ആണ്. 450 വേർഡ്സ്, 250 വേർഡ്സ്, 100 വേർഡ്സ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞ ആൾക്കാരായതുകൊണ്ട് തന്നെ വേർഡ്സിന്റെ കൗണ്ടും നമ്മളുടെ പേജിന്റെ കണക്കും ഏകദേശം നമ്മളെ കയ്യിൽ ഒരു ധാരണ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അതങ്ങനെ ഉണ്ടായിരിക്കണം, അല്ലെ കൺഫ്യൂഷൻ ആവരുത്. എക്സാമിന് ആകെയുള്ള 2 മണിക്കൂറിന്റെ ഇടയിൽ പോയിട്ട് ആ 450 വേർഡ്സ് ആണോ 200 വേർഡ്സ് ആണോ എന്ന് കൗണ്ട് ചെയ്യാൻ നിൽക്കരുത്. അത് നമ്മൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ഏകദേശം നമുക്ക് ആ ഒരു ധാരണ കിട്ടിയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ അസൈൻമെന്റിൽ കുറേയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഈ മാർക്കും വേർഡ് കൗണ്ട്സിന്റെ ഒരു ധാരണ നമ്മളുടേത് അത് വളരെ സബ്ജക്റ്റീവ് ആണ്. നമ്മളുടേത് നമുക്ക് എത്രയാണെന്നുള്ളത് എന്തായാലും ഒരു ക്ലിയർ ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, 100 വേർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. 100 വേർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഹാഫ് പേജ്, ആ ഒരു വലിയൊരു നമ്മളെ ബുക്ക്ലെറ്റിന്റെ ഒരു പകുതി പേജ് അങ്ങനെ ഉണ്ടാവുള്ളൂ, പകുതി ഭാഗം. ഓക്കെ, ദെൻ കമ്പയർ, കോൺട്രാസ്റ്റ്, എസ്സേ ഉണ്ടാകും. 2 മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റുകളെ കമ്പയർ ചെയ്യാൻ, കോൺട്രാസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ സമയത്ത് കുറച്ചുകൂടി ആ 450 വേർഡ്സിന്റെ ഉള്ളിൽ ഒതുക്കണം, എന്നാൽ എല്ലാ പോയിന്റ്സ് ഉണ്ടായിരിക്കുകയും ചെയ്യണം. ഓക്കെ, പിന്നെ കാൽക്കുലേറ്റേഴ്സ് പെർമിറ്റഡ് ആണ്, പക്ഷെ നമുക്ക് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ മാത്രമേ കാൽക്കുലേഷൻ ഉള്ളൂ, ന്യൂമറിക്കൽസ് ഉള്ളൂ. ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ ഇല്ല. അപ്പോ ഇനി അടുത്തത് ഇത് തന്നെയാണ് നമ്മൾ ഇനിയിപ്പോ കുറച്ച് എലാബറേറ്റ് ആയിട്ട് കൊടുത്തുന്നേ ഉള്ളൂ നിങ്ങളുടെ ഡോക്യുമെന്റിൽ. എങ്ങനെയാണ് ഏതൊക്കെ 10 മാർക്സിൻ്റെത് ഈ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, പിന്നെ എന്താണ് അതിന്റെ ഒരു ഫസ്റ്റ് വരുന്ന ഒബ്ജക്റ്റീവ്, ഈ ഇതുണ്ടാവല്ലോ, ഇലാബറേറ്റ് ചെയ്യാനാണോ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണോ എന്നുള്ള രീതിയിൽ. ഷോർട്ട് നോട്ട്സ്
എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡെഫിനിഷൻസ് പ്ലസ് എക്സാമ്പിൾസ് അത്രേ വേണ്ടി വരുള്ളൂ. അധികം വല്ലാണ്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഓരോ ബ്ലോക്കിലും ഇത്രയും കാലം 2022-25 എത്ര പെർസെൻറ്റേജ് മാർക്ക് ചോദിച്ചിട്ടുണ്ട്, മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്ലോക്ക് 4 നിന്നാണ്. പിന്നെ ബ്ലോക്ക് 3 and 1. ഓക്കെ, അതിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. ഇതൊരു ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നതാണ്. 2021-26-25 വരെയുള്ളത്. ഓക്കെ, ഇനി പാറ്റേൺ അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ബ്ലോക്ക് 4 ആണ് കുറച്ചുകൂടി ആവറേജ് ആയിട്ട് വരുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് 2024 ഡിസംബറും ജൂൺ 2025 കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിസൈൻസ് ഉണ്ടല്ലോ, റിസർച്ച് ഡിസൈൻസ് ബ്ലോക്ക് 3, അതും എന്താ പറയാ ജൂൺ 2023 ജൂൺ 2025 ചോദിച്ച. അതിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ബ്ലോക്ക് 3. ടൈപ്സ് ഓഫ് റിസർച്ച് അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ലൈറ്റ് വെയിറ്റേജ് ആണ് അവിടെ കൊടുക്കുന്നത്. എന്നാലും പഠിക്കണ്ട നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതിൽ പ്രിപ്പറേഷൻ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് 2 hours 50 മാർക്സിന്റെ പേപ്പേഴ്സ് 2 hours എങ്ങനെ എഴുതി പിടിപ്പിക്കണം എന്നുള്ളതാണ്. എങ്ങനെയായാലും ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ആ ബുക്ക്ലെറ്റ് മൊത്തത്തില് എന്തായാലും എഴുതാൻ ശ്രമിക്കുക. കണ്ടന്റുകളൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കുറേ ചറപറ എഴുതിയത് കൊണ്ട് കാര്യമില്ല. അതിൽ കറക്റ്റ് നമ്മൾ ആ ഒരു ആൻസറിന്റെ കണ്ടന്റ് എന്താണോ അത് ഉണ്ടെങ്കിലാണ് നമുക്കിപ്പം കറക്റ്റ് മാർക്ക് അവർ തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ എഴുതണം, ഇലാബറേറ്റ് എഴുതണം, പക്ഷേ അതില് ഹൈലൈറ്റ് ചെയ്ത് കിടക്കണം നമ്മളുടെ ഓരോന്നിന്റെയും ഡെഫിനിഷൻ ആണെങ്കിലും ടൈപ്സ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, അതിനൊക്കെ മാക്സിമം അണ്ടർലൈൻ ചെയ്തൊക്കെ പോവുക. ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നോക്കുന്ന സമയത്ത് നോക്കാം. സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ് ഫസ്റ്റില്. ഓക്കെ, പിന്നെ ഗ്രൗണ്ടഡ് തിയറി, ഗോൾസ്, മെത്തേഡ്സ്, സ്റ്റെപ്സ്, ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ്, നോട്ട്സ്, ടൈപ്സ് നോട്ട്സ് ഒക്കെ. പിന്നെ അത് 10 ഉണ്ടല്ലോ. ഡിസ്കോഴ്സ് അനാലിസിസ്, അപ്രോച്ച് ആൻഡ് സ്റ്റെപ്സ്. പിന്നെ വാലിഡിറ്റി, ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി, ടൈപ്സ് ഓഫ് വാലിഡിറ്റി ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ സർവേ റിസർച്ച്, ടൈപ്സ്, മെത്തേഡ്സ്, അഡ്വാൻറ്റേജസ്. സർവേ റിസർച്ച് അത്ര വലിയ പാടൊന്നുമില്ല ഉള്ള ടോപ്പിക് അല്ല, പഠിക്കാം. എത്തനോഗ്രഫി ആണെങ്കിലും സിമ്പിൾ ആണ് അല്ലെ. അസംഷൻസ്, ടൈപ്സ്, സ്റ്റെപ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ആ ടൈപ്സ് സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ട് അതിന്റെ ഉള്ളിൽ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് കൊടുക്കാം 10 മാർക്സിനൊക്കെ ചോദിച്ചാണെങ്കിൽ. ഫീൽഡ് എക്സ്പെരിമെന്റ് ഡെഫിനിഷൻ, സ്റ്റെപ്പ്, സ്ട്രെങ്ത്, വീക്ക്നെസ് ഒക്കെ. ഫാക്ടോറിയൽ ഡിസൈന്, റിലയബിലിറ്റി, മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് റിലയബിലിറ്റിയും ഉണ്ട്. ഇതൊക്കെയാണ് എന്താണ് ചോദിച്ച് കാണുന്ന റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു ടേബിൾ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ക്വസ്റ്റ്യൻസ് എന്താണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ്, സ്റ്റാൻഡർഡൈസ്ഡ് വേർഡിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ബ്ലോക്ക് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഈ ബ്ലോക്കിൽ യൂണിറ്റ് എടുത്ത് നോക്കിയാൽ മതി, സമയം ലാഭിക്കാം. അപ്പിയറൻസും കൊടുത്തിട്ടുണ്ട്, ആവറേജ് മാർക്ക് ഇതിൽ നിന്നൊക്കെ ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യന് ചോദിച്ച മാർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. സർവേ റിസർച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്സ്, മെത്തേഡ്സ്, അഡ്വാൻറ്റേജസ്. ദെൻ ഗ്രൗണ്ടഡ് തിയറി, കോഡിങ്, ഗോൾസ്, സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതണം. എന്താണ് ഗ്രൗണ്ടഡ് തിയറി, ഏതിന്റെ അണ്ടറിൽ വരുന്നത്, ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ. പിന്നെ ഡിസ്കോഴ്സ് അനാലിസിസ്, അപ്രോച്ചസ് ആൻഡ് സ്റ്റെപ്സ്. പിന്നെ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ്. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ റിസർച്ച് ഡിസൈൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫാക്ടോറിയൽ ഡിസൈന്, ടേംസ്, മീനിങ്സ്, ഇന്ററാക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ 3 ഇന്ററാക്ഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻസിന്റെ പേരൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പേരുകളൊക്കെ, കേൾക്കുമ്പോൾ പേടിയാവുന്ന പേരുകളാണ്, പക്ഷെ അതൊന്നുമില്ല. ടോപ്പിക് നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, അത് പഠിച്ചു വെക്കുക. ദെൻ എത്തനോഗ്രഫി, അസംഷൻസ്, ടൈപ്സ്, സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് ഫസ്റ്റിൽ വരുന്നതാണ് അല്ലെ. ദെൻ ഫീൽഡ് എക്സ്പെരിമെന്റ്, ഡെഫിനിഷൻ, സ്റ്റെപ്പ്, സ്ട്രെങ്ത്സ് ഒക്കെ. വാലിഡിറ്റി ആൻഡ് ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ 10 മാർക്കിനൊക്കെ ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ വാലിഡിറ്റി, ടൈപ്സ് ഓഫ് വാലിഡിറ്റി എഴുതേണ്ടി വരും. റിലയബിലിറ്റി, ഡെഫിനിഷനും പിന്നെ മെത്തേഡ്സ് ടു എസ്റ്റിമേറ്റ് റിലയബിലിറ്റിയും ചോദിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും മിസ് ഔട്ട് ചെയ്യാണ്ട് ഓരോ പോയിന്റ് വെച്ചിട്ട് എഴുതി വെക്കുക. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന്
ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ദെൻ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ നോക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ആ ഒരു ഭാഗമാണ് ടോപ്പ് 10 റിപ്പീറ്റഡിൽ കൊടുത്തിട്ട്. അപ്പൊ നേരെ പകുതിയും റിപ്പീറ്റഡ് ആണ് അല്ലേ? അപ്പൊ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടും ഇതാണ് ഈക്വൽ ആയിട്ടാണുള്ളത്. ഓൾ അതർ യൂണിക് ആണെങ്കിലും ടോപ്പ് 10 ആണെങ്കിലും 50-50 ആണ്. ഓക്കെ, ദെൻ എങ്ങനെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എസ്സേ എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ ഈ നോട്ട്സിന് ഉണ്ടാക്കേണ്ട ഒരു പരിപാടി എങ്ങനെയാണ്. നമ്മളിപ്പം ക്വാസി എക്സ്പെരിമെന്റൽ ഒക്കെ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയാണ് 10 ടൈപ്സ് ഉണ്ട്. അത് ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഒന്ന് തന്നെ 2-3 പാരഗ്രാഫിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ ലൈവ് സെഷന്റെ PPT എടുത്ത് വെക്കുക. ആ PPTയിൽ ജസ്റ്റ് അത് മാത്രം കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ പിക്ചർ വേണ്ടടുത്ത് പിക്ചറും കൊടുത്തിട്ടുണ്ടാവും. അപ്പം പിക്ചർ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ പിക്ചർ മാത്രം പഠിച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ അതേപോലെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ വെച്ച് പഠിക്കുക. അല്ല, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ പഠിച്ചാൽ മതി. എന്നാലും അങ്ങനെയുള്ള ഉണ്ടല്ലോ, ഒരുപാട് സബ് ടോപ്പിക്സ് വരുന്നതാണ് എപ്പോഴും കൺഫ്യൂസിങ് ആവുക. അപ്പൊ കറക്റ്റ് ഇതുപോലെ ലേബലിംഗ് കൊടുക്കുക, ഹെഡിങ്സ് മാത്രം എഴുതി എഴുതി പോവുക. വേണമെങ്കിൽ ഈ നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ പച്ചയും ചുവപ്പൊക്കെ മഷി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വെറുതെ എന്തെങ്കിലും അട്രാക്ഷൻ തോന്നിട്ട് നോക്കി നോക്കും. അങ്ങനെ നമ്മൾ മനസ്സിലങ്ങ് കടന്നോളും. ഈ കുറച്ച് ടഫുള്ള ഭാഗങ്ങളെയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയൊക്കെ ആക്കി എഴുതിയിട്ട് എവിടെയെങ്കിലും മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. പണ്ട് നമ്മൾ പീരിയഡിക് ടേബിളൊക്കെ പഠിക്കുന്ന ആ ഒരു കണക്കിൽ. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. ഇത് നോക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഏതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് ഈ റെക്കറിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക്സും പ്രോബബിലിറ്റിയും കാറ്റഗറിയും കൊടുത്തിട്ടുണ്ട് അല്ലെ. എത്ര പെർസെൻറ്റേജ് പ്രോബബിലിറ്റി ഉണ്ട് വരാൻ, ആൻഡ് അതിനനുസരിച്ചിട്ട് ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ എന്നുള്ളതാണ് ആ ലാസ്റ്റിൽ വരുന്നത്. അപ്പൊ ബ്ലോക്ക് നോക്കിയേ, 4th ബ്ലോക്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻ സൈക്കോളജി, അത് ഹൈ ആണ്. അതിന്റെ 85.7 ആണ്. അതിൽ തന്നെ എന്താണ് പ്രത്യേകിച്ച് ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട്. ഡിസ്കോഴ്സ് അനാലിസിസ് ആണ്, അപ്രോച്ച് സ്റ്റെപ്പ് ഒക്കെ. ഡിസ്കോഴ്സ് അനാലിസിസ്, കണ്ടന്റ് അനാലിസിസ്. ഓക്കെ, ബ്ലോക്ക് 3ലാണ് റിസർച്ച് ഡിസൈനിൽ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവമാണ്. ടൈപ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതും ഹൈ ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 പിന്നെ വരുന്നത് നമ്മളുടെ എത്നോഗ്രാഫി, ഗ്രൗണ്ടഡ് തിയറി, റിസർച്ച് പ്രോസസ്സ്, വാലിഡിറ്റി. അപ്പൊ ഇതിൽ ഏതാ ഹൈ ആയിട്ട് വരുന്നത് നോക്കിയ, ഡിസ്കോഴ്സ് അനാലിസിസ്, ഗ്രൗണ്ടഡ് തിയറി, എത്നോഗ്രാഫി, ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ്, ഇതൊക്കെയാണ് ഹൈ വരുന്നത്. ബാക്കിയുള്ളത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ അടുത്തത് ഇതൊക്കെ മീഡിയം കാറ്റഗറി തന്നെയാണ് വരുന്നത് കേട്ടോ. ബ്ലോക്ക് 2 ഫീൽഡ് എക്സ്പെരിമെന്റ്, ഫാക്ടോറിയൽ ഡിസൈന് ബ്ലോക്ക് 3ലാണെങ്കിൽ, പിന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്, ഇവാലുവേറ്റിംഗ്, പിന്നെ വരുന്നത് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിസർച്ച്, റിലയബിലിറ്റി, സർവേ റിസർച്ച്, ടൈപ്സ് ഓഫ് സർവേ, എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻസ്. ഇതൊക്കെ ഒരു മീഡിയം എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ ബ്ലോക്ക് 3ലെ സിംഗിൾ ഫാക്ടർ ഗ്രൂപ്പ് ഡിസൈൻസ്, റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കോറിലേഷണൽ ഡിസൈൻ, അത് ബ്ലോക്ക് 3ലെ. അതർ ഡിസൈൻസ് എന്ന് പറയുന്നിടത്തുള്ളത് അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അത് അത്ര ഒരുപാടൊന്നും ഇല്ലല്ലോ, കുറച്ചേ ഉള്ളത് കണ്ടന്റ്. പിന്നുള്ളത് ബ്ലോക്ക് 3ലെ തന്നെ കോസൽ കമ്പാരിറ്റീവ് ഡിസൈൻ, അതേ സെയിം ചാപ്റ്ററിലുള്ളത് അല്ലെ. പിന്നെ വാരിയബിൾസ്, അത് ലോ ആണ് വരുന്നത്. വാരിയബിൾസ് ടൈപ്സ് ഫസ്റ്റ് ബ്ലോക്കിലെ സാമ്പിളിംഗ് മെത്തേഡ്സ്, പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി. പിന്നെ സെക്കൻഡ് ബ്ലോക്കിൽ എക്സ്പോസ് ഫാക്ടർ റിസർച്ച്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ്. എക്സ്പോസ് ഫാക്ടർ റിസർച്ചും ഒറ്റ ചാപ്റ്റർ വന്നത്. യെസ്. പിന്നെ ബ്ലോക്ക് 3ലുള്ള ബിറ്റ്വീൻ വേഴ്സസ് വിത്തിൻ സബ്ജക്ട് ഡിസൈൻസ്, അത് ഫാക്ടോറിയലിൽ വരുന്നതാണ് അല്ലെ. പിന്നെ ഫൈനൽ ബ്ലോക്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ റിലവൻസ്, അസംഷൻസ്, അതൊക്കെ. ഫസ്റ്റ് ബ്ലോക്കിൽ ഒബ്ജക്ടിവിറ്റി, സേഫ് ഗാർഡ്സ്,
സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്സ്, ഇതൊക്കെ ലോ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനിയുള്ളതൊക്കെ ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ റിസർച്ച് ബയാസിസ്, കൺസ്ട്രക്ട്സ് അതിന്റെ ടൈപ്പ്, പിന്നെ എക്സ്ട്രീനിയസ് ആൻഡ് കൺഫൗണ്ടഡ് വാരിയബിൾസ് ആൻഡ് കൺസ്ട്രക്ട്സ് വരുന്നതാണ്. ഹൈപ്പോത്തസിസ്, ഫോർമുലേഷൻ ഡിഫിക്കൽട്ടീസ്, എറേഴ്സ്, അത് ഫൈനൽ ബ്ലോക്ക്, ഫസ്റ്റ് ബ്ലോക്കിലെ ഫൈനൽ യൂണിറ്റ്. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സർവേ റിസർച്ച്, കേസ് സ്റ്റഡി, കൗണ്ടർ ബാലൻസ് ഡിസൈൻ. അത് എവിടെ വരുന്ന? കൗണ്ടർ ബാലൻസ് ഡിസൈൻ ഫാക്ടോറിയൽ ഡിസൈനിൽ വരുന്നുണ്ട്. കൗണ്ടർ ബാലൻസ് ഡിസൈൻ നമ്മളെ ക്വാസി എക്സ്പെരിമെന്റലിലും വരുന്നുണ്ട് അല്ലെ. ഓക്കെ. കണ്ടന്റ് അനാലിസിസ് പിന്നെ ഫൈനൽ ബ്ലോക്കിൽ വരുന്നത്. ദെൻ ഇതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് ആണ് ഇതൊക്കെ. അതായത് ഇന്ന് ഈ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത് എത്രയൊക്കെ പേപ്പേഴ്സിലാണ് വന്നിരിക്കുന്നത്, 2021-25 റെഗുലർ ആയിട്ട് വന്നിരിക്കുന്നത്. എത്തനോഗ്രാഫി ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഇത്രയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് തിയറി ആണെങ്കിലും 5/7 പേപ്പേഴ്സ് വിത്ത് കോഡിംഗ് സ്റ്റെപ്സ് എംഫസൈസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അത് ഹൈ ഈൽഡാണ്. മീഡിയമില് ഇത്രയും റിസർച്ച് പ്രോസസ്സ്, വാലിഡിറ്റി, ഫീൽഡ് എക്സ്പെരിമെന്റ്, ഫാക്ടോറിയൽ ഡിസൈന്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ഇതൊക്കെ വന്നിട്ടുണ്ട്. ദെൻ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് നമ്മൾ വെക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് ഈ പ്രയോറിറ്റിയിൽ നമ്മൾ വെക്കേണ്ടത്? ഡിസ്കോഴ്സ് അനാലിസിസ്, എത്തനോഗ്രഫി, ഗ്രൗണ്ടഡ് തിയറി ഇതൊക്കെ ഫൈനൽ ബ്ലോക്കിൽ വരുന്നതാണ്. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഹൈ പ്രയോറിറ്റിയിൽ വെക്കുക. ഓക്കെ. ഡെഫിനിഷന് എഴുതുക, സ്റ്റെപ്സ് എഴുതുക, എക്സാമ്പിൾസ് എഴുതുക, ഇവാലുവേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെ വേണമെങ്കിൽ എഴുതാം. അല്ലെ നമ്മൾ ക്ലാസ്സിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ചെയ്യാം. ദെൻ പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിൽ അത് ടൈം ചെയ്തിട്ട് സ്പേസ്ഡ് ലേണിംഗ് ആണോ എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്താൽ മതിയാവും. ദെൻ മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടത് റിസർച്ച് പ്രോസസ്സ്, വാലിഡിറ്റി, ഫീൽഡ് എക്സ്പെരിമെന്റ്, ഫാക്ടോറിയൽ ഡിസൈന്, പിന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്, സർവേ, എക്സ്പെരിമെന്റൽ ഡിസൈൻ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലേബിൾ വെച്ചിട്ട് പോയാൽ മതി. അധികം വല്ലാണ്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതായത് ഇങ്ങനെ ഫ്ലോ ചാർട്ട് പോലെയൊക്കെ ഉണ്ടാക്കി ഒരു ഷീറ്റിൽ ജസ്റ്റ് മെയിൻ ഹെഡിങ്സിനൊരു വേണമെങ്കിൽ മെയിൻ ഹെഡിങ്സിനൊരു പിന്നെ ഇങ്കിൽ എഴുതുക, റെഡ് ഇങ്കിൽ എഴുതിയിട്ട് ബാക്കിയുള്ളതൊക്കെ വേറെ സ്കെച്ച് പെൻസിൽ കൊണ്ടൊക്കെ എഴുതിയിട്ട് അങ്ങനെ കുറച്ചൊരു വൃത്തിയിൽ ചെയ്ത് വെച്ചാൽ തന്നെ നമ്മളത് പഠിച്ചു പോകും. ഓക്കെ. അധികം എഫേർട്ട് എടുക്കേണ്ടി വരില്ല, പ്രത്യേകിച്ച് ഈ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ ഒക്കെ. ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എക്സ്പോസ് ഫാക്ടർ റിസർച്ച് വരുന്നത്, കേസ് സ്റ്റഡി, വാരിയബിൾസ്, കൺസ്ട്രക്ട്സ്, കൗണ്ടർ ബാലൻസിങ്, കോറിലേഷണൽ, കോസൽ കമ്പാരറ്റീവ് അത് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാ, നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, ഇരുന്ന് എഴുതുക സമയമൊക്കെ വെച്ചിട്ട്. അപ്പോൾ സെക്ഷൻസ് ഒക്കെ കമ്പൽസറി ആണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. മാക്സിമം 50 മാർക്സ് ആണ്. 2 മണിക്കൂറിന്റെ എക്സാമിനേഷൻ. ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ എയിൽ 450 വേർഡ്സ് ആണ്. 2 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്, 10 മാർക്കിന്റെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രേസ് ദ റിസർച്ച് പ്രോസസ് ഫ്രം പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ടു റിപ്പോർട്ട് റൈറ്റിംഗ്, ഹൈലൈറ്റിംഗ്, കീ ഡിസിഷൻ പോയിന്റ്സ് ആൻഡ് എത്തിക്കൽ ചെക്ക് പോയിന്റ്സ്. റിസർച്ച് പ്രോസസ് ആണ് ചോദിക്കുന്നത് അല്ലെ. റിസർച്ച് പ്രോസസ്സിന്റെ എന്തൊക്കെ എഴുതണം? റിപ്പോർട്ട് റൈറ്റിംഗ്, ഹൈലൈറ്റിംഗ്, കീ ഡിസിഷൻ പോയിന്റ്സ് എന്തൊക്കെയാണ്, എത്തിക്കൽ ചെക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ്, എത്തിക്സ് ഇൻ റിസർച്ച് പ്രോസസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. തന്നെ രണ്ടാമത്തത് കമ്പയർ നോൺ ഇക്വലന്റ് കൺട്രോൾ ഗ്രൂപ്പ് ആൻഡ് ഇന്ററപ്റ്റഡ് ടൈം സീരീസ്, ജസ്റ്റിഫൈ വെൻ ഈച്ച് പ്രിഫേർഡ് ആൻഡ് ഡിസ്കസ് ഹൗ കോമൺ വാലിഡിറ്റി ത്രെഡ്സ് ക്യാൻ ബി മിനിമൈസ്ഡ്. ക്വാസി എക്സ്പെരിമെന്റ് ഡിസൈനിൽ വരുന്നതായിരിക്കും. ഇന്ററപ്റ്റഡ് ടൈം സീരീസ് ഒക്കെ വരുന്നുണ്ട്. സോ അതും പിന്നെ വാലിഡിറ്റി ത്രെഡ്സ് എങ്ങനെയാണ് മിനിമൈസ് ചെയ്യേണ്ടത്, മാക്സ് മിൻകൺ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ കോമൺ വാലിഡിറ്റി ത്രെഡ്സ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ത്രെഡ്സ് ടു വാലിഡിറ്റി അത് 10 മാർക്കിന്. പിന്നെ എക്സ്പ്ലെയിൻ ഗ്രൗണ്ടഡ് തിയറി ആസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ക്വാളിറ്റേറ്റീവ് എൻക്വയറി. ഗ്രൗണ്ടഡ് തിയറി, ഡിസ്ക്രൈബ് എ വർക്ക് ഫ്ലോ ഫ്രം ഡാറ്റ കളക്ഷൻ ടു തിയറി ബിൽഡിംഗ്. അതൊന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ വർക്ക് ഫ്ലോ ഫ്രം ഡാറ്റ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് അവിടെ എഴുതേണ്ടത്. ഓപ്പൺ, ആക്സിയൽ, സെലക്ടീവ് കോഡിംഗ്. അതിന്റെ പേരും കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ ആണ്. അത് എന്താണെന്ന് എഴുതി കൊടുത്തേ. കോഡിംഗ്, ഇപ്പൊ സ്റ്റെപ്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ എഴുതണം. ദെൻ 10 മാർക്കിന്റെ ആണല്ലോ, എന്തായാലും അത് വെറും തിയറി മാത്രം എഴുതുന്നതല്ല.
Outline major approaches to discourse analysis and present a stepwise plan for analyzing a short transcript, including considerations and trustworthiness. ഡിസ്കോഴ്സ് അനാലിസിസ് ആണ് അല്ലെ അപ്രോച്ച്. ഡിസ്കോഴ്സ് അനാലിസിസിന്റെ മെയിൻ അപ്രോച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ എഴുതിയാൽ മതി. അതിന് ലൈവ് ക്ലാസ്സിൽ ഒക്കെ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ കുറെ മീഡിയാസിന്റെയും ഒക്കെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് എഴുതിയാൽ മതി. Then section B യിൽ വരുന്ന സമയത്ത് any 4 of the following questions in about 250 words each. ഡിഫറൻഷിയേറ്റ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി. അപ്പൊ ഡിഫറൻഷിയേറ്റ് രണ്ട് കൺസെപ്റ്റ് തന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം രണ്ടും എന്താണെന്ന് പറയണം, വാലിഡിറ്റി എന്താണെന്ന് പറയാം, എന്നിട്ട് 2 threats to each indicates suitable controls. ത്രെഡ്സ് ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ടല്ലോ, അത് 2 threats എഴുതാനും പറയുന്നുണ്ട്. അപ്പൊ രണ്ടും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ശ്രദ്ധിച്ചിട്ട് എഴുതാം. Describe the steps in research, survey research, noting instrument choices and precautions in question construction. ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ആ സാമ്പിളിങ്, ആ പരിപാടികളൊക്കെ, അതൊക്കെ എഴുതിയാൽ മതി. പിന്നെ സ്റ്റെപ്സ് ഇൻ സർവേ റിസർച്ചും എന്താണ് സർവേ എന്ന് എഴുതിയിട്ട് വേണം സ്റ്റെപ്സ് ഇൻ സർവേ റിസർച്ച് എഴുതാൻ വേണ്ടിയിട്ട്. സർവേ. ദെൻ ഡിഫൈൻ ഫാക്ടോറിയൽ ഡിസൈൻ, എക്സ്പ്ലെയിൻ മെയിൻ എഫക്റ്റ് ആൻഡ് ഇന്ററാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇന്ററാക്ഷൻ ആൻഡ് ബ്രീഫ്ലി ഇന്റർപ്രിറ്റ് എ ഹൈപ്പോത്തറ്റിക്കൽ ഇന്ററാക്ഷൻ പാറ്റേൺ. 6 മാർക്കിനാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാണ്, ഇത്രയും ടഫ് ആയിരിക്കില്ല നമ്മളെ ശരിക്കുള്ള എക്സാമിനേഷൻ. ഓക്കെ. Then 8th question, contrast causal, comparative and correlation design with respect to purpose, control and inference limits. ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ ഉണ്ട്. Then discuss the construction of field experiment, commenting on strength, limitation, practical consideration. Application ചോദിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. Then സെക്ഷൻ സിയിൽ ഏതെങ്കിലും 2 ആണ് എഴുതേണ്ടത്. എപ്പോഴും എഴുതുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, ഈ രീതി തന്നെ പോവുക. സെക്ഷൻ സിയിൽ ഒരുപാട് അറിയുന്നതാണ് എന്ന് വിചാരിച്ച് സെക്ഷൻ സി ആദ്യം എഴുതാൻ പോകരുത്. സെക്ഷൻ എ തന്നെ ആദ്യം എഴുതുക. കാരണം ലാസ്റ്റിലോട്ട് എങ്ങാനും നമുക്ക് സമയം ഇല്ലാണ്ടായി പോയാൽ 10 മാർക്ക് കളയുന്നതിനെക്കാട്ടി നല്ലത് 3 മാർക്ക് കളയുന്നതാണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എ മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് സെക്ഷൻ എയിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. സെക്ഷൻ ബി, സെക്ഷൻ സി, ആ രീതിയിൽ തന്നെ പോയാൽ മതി. ദെൻ ടൈപ്സ് ഓഫ് എത്തനോഗ്രാഫിക് റിസർച്ച് ആണ് അതിൽ ചോദിക്കുന്നത്. 3 മാർക്ക്. എക്സ്ട്രീനിയസ് ആൻഡ് കൺഫൗണ്ടഡ് വാരിയബിൾസ്, മീനിങ്ങും കൺട്രോളും. സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ഇൻ സർവേ, ടൈപ്സ് ആൻഡ് യൂസസ്. അപ്പൊ അതൊക്കെ കുറച്ചേ ഉള്ളൂ, അത് കുറച്ച് എഴുതാനുണ്ടാവുള്ളൂ. അത് എന്താ ഒരു 4-5 6 ലൈൻസ് ഒക്കെ വെച്ച് എഴുതാനേ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനും വേണ്ടി കുറെ സമയം ചെലവഴിക്കരുത്. 2 മണിക്കൂർ നമ്മളെ കയ്യിലുള്ളൂ. അപ്പൊ ആ 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് 6 മാർക്സിന്റെ, എന്നിട്ടാണ് ഈ സെക്ഷൻ സിയിലേക്ക് വരേണ്ടത്. അറിയുന്നതാണ്, മറന്നു പോകുന്നുണ്ടെങ്കിൽ ആൻസർ ഷീറ്റിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് സൈഡിൽ പെൻസിൽ കൊണ്ടെങ്ങാനും ലേബിൾ ചെയ്ത് വെച്ചാൽ മതി, ഇന്നതൊക്കെയാണ് എഴുതേണ്ടതെന്ന് മറന്നു പോകുന്നുണ്ടെങ്കിൽ. ഇല്ല, ഓക്കെ. എന്നിട്ട് കറക്റ്റ് ആയിട്ട് എഴുതി പോവുക. സോ റിസർച്ച് പേപ്പറിന്റെ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. നല്ല യൂസ്ഫുൾ ആണ്. എക്സാമിനേക്ക് ഗോ ത്രൂ ചെയ്യുക. ഒന്നോടെ നന്നായിട്ട് ഡോക്യുമെന്റ് വായിക്കുക. ആൻസേഴ്സ് ഒക്കെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മെന്ററിനെ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.